കൗമാര കലോത്സവം കൊല്ലത്ത് ഇന്ന് കൊടികയറുകയാണ് രാവിലെ 10 മണിക്ക്. അപ്പോൾ നമ്മൾ TTS ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാന സാധ്യത ഉപയോഗിച്ച് ഞാൻ കലോത്സവ നഗരിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൻ്റെ മൊണ്ടാഷ് ഒന്ന് കാണുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ കൊല്ലം കലോത്സവം കവർ ചെയ്യാനായിട്ട് നമ്മുടെ അവതാരകരായിട്ട് പ്രിയതാലക്ഷ്മിയുണ്ട്, അനുജിയുണ്ട്, സ്മിതയുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഞാൻ അങ്ങോട്ട് വന്നിരിക്കുക കേട്ടോ, നിങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ. എങ്ങനെയുണ്ട് പരിപാടി? കൊള്ളാമോ? ഗുഡ് മോർണിംഗ്. വെൽക്കം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ആ കൊല്ലത്തെ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ മനസ്സിന് എന്തോ ഒരു സുഖാനുഭൂതി പോലെ. സ്വന്തം കൊല്ലം. അല്ല, മാത്രമല്ല അനുജ, ആശ്രമ മൈതാനത്തിൻ്റെ തൊട്ടപ്പുറത്ത് കൊല്ലം ശ്രീനാരായണ കോളേജുണ്ട്. അവിടെയാണ് ഞാൻ 5 കൊല്ലം പഠിച്ചത്. അപ്പോൾ അതുകൊണ്ടുണ്ട്. അപ്പോൾ ആ കോളേജിൻ്റെ പരിസരത്തൊക്കെ ചുറ്റി നടക്കുകയും ആ കോളേജിലെ ഒരുപാട് ഓർമ്മകൾ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് വിമാനം ഇറങ്ങിയ മൈതാനം കൂടിയാണല്ലോ ഇത്. 70 ഏക്കറിലേറെ പരന്നു കിടക്കുന്ന, എനിക്കൊന്ന് സംസ്ഥാനത്തിന് ഏറ്റവും വലിയ മൈതാനമാണല്ലേ? അതെ അതെ അതെ. ഒരുപക്ഷെ അവിടെ എനിക്ക് തോന്നുന്നത് ഈ മിലിറ്ററിയുടെയൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും ഭാവിയിലും അവിടെ വിമാനം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ചാർട്ടേഡ് ഫ്ലൈറ്റിലൊക്കെ വന്നിറങ്ങാം അല്ലേ? അപ്പൊ സ്മിതയുടെ വീട്ടിൽ നിന്ന് മാഞ്ഞാലിയിൽ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നമുക്ക് കൊല്ലത്തിറങ്ങാം. എന്താ, നന്നായോ? ഉറപ്പായിട്ടും നിൽക്കുമ്പോ കലാലയത്തിലെ ഓർമ്മകളൊക്കെ വരുന്നുണ്ടോ ഇങ്ങനെയുള്ള സമയത്ത്? മാത്രമല്ല സ്മിത, കൊല്ലം എസ് എൻ കോളേജിൽ ഒരുപാട് അധ്യാപകർ എനിക്ക് പ്രിയപ്പെട്ടവരായിട്ടുണ്ടായിരുന്നു. കൊല്ലം എസ് എൻ കോളേജിൽ ഡോക്ടർ എം ശ്രീനിവാസൻ സാറായിരുന്നു കുറേ കാലം പ്രിൻസിപ്പൽ. ഞാനൊക്കെ അവിടെ പഠിക്കുമ്പോൾ അദ്ദേഹം അവിടെ പ്രിൻസിപ്പലായിരുന്നു. മാത്രമല്ല ഞങ്ങൾക്ക് അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല എനിക്കുള്ള ഏറ്റവും വലിയ സുഖമുള്ള ഓർമ്മ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ MPhil കോഴ്സിന് പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ട്യൂഷൻ ഫീസ് കൊടുക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കൊല്ലത്തെ ഒരു പാരലൽ കോളേജിൽ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി പാരലൽ കോളേജ് പഠിപ്പിക്കാൻ പോകും. അങ്ങനെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഈ ശ്രീനിവാസൻ സാറും അവിടെ അധ്യാപകനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറിന് പഠിപ്പിക്കാൻ വേണ്ടി സൗകര്യത്തിന് സാറിൻ്റെ വീട്ടിലാക്കി ക്ലാസ്. അവിടെ ഒരു ഷെഡൊക്കെ കെട്ടി സാർ അവിടെയാണ് ക്ലാസ് എടുക്കുക. അപ്പം ഞാൻ അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ നിന്ന് അന്തർദേശീയ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ ഒരാൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളമായിട്ട് ഇങ്ങനെ കുണുങ്ങി വരുന്നു. ഞാൻ നോക്കുമ്പോൾ ശ്രീനിവാസൻ സാറാണ്. ഞാൻ സാറ് എനിക്ക് നാരങ്ങ വെള്ളമായിട്ട് എൻ്റെ അധ്യാപകൻ വരിക, എന്താ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ഞാനാകെ വല്ലാതെ വിഷമിച്ചു. ഞാൻ പറഞ്ഞു, സാറെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, തന്നോളമായാൽ താനെന്ന് വിളിക്കണോളൂ, മനസ്സിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉപദേശമാണത്. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നമ്മളോളം വളരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ വേണ്ട രീതിയിൽ ഡീൽ ചെയ്യണം. എന്നിട്ട് എന്നോട് അദ്ദേഹം തന്നെ കൺമുന്നിൽ നിന്ന് ആ വെള്ളം മൊത്തം കുടിപ്പിച്ച്, ശരിക്കും ആ വെള്ളം കുടിച്ച് എൻ്റെ ജീവിതത്തിൽ കുടിച്ച ഏറ്റവും വലിയ വെള്ളമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റേ വെള്ളം കൂടി നമുക്കില്ലെന്നറിയാം. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടല്ലോ. ഇതുപോലെ കലോത്സവം കണ്ട ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിധികർത്താവായിരുന്നു. ഈ കൊല്ലം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ അറിയാം, ഒരു താക്കോൽ കൂട്ടം വെച്ചിട്ട് ഒരു കക്ഷി ഈ നാടകത്തിൽ പ്രൈസ് കിട്ടാത്തതിന് എൻ്റെ കവളത്തിടിച്ച, അല്ല കണ്ണിലാണ് ഇടിച്ചത്. അന്ന് ആ ഒരു കണ്ണ് പോയി കിട്ടിയേനെ. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അത് നാടകത്തിൻ്റെ ആയിരുന്നു. നാടകാന്തം ഇടി. അത് ശരിയാണല്ലേ? അന്ന് മാത്രമല്ല, ഏഷ്യാനെറ്റിൽ അന്ന് ഞാൻ ജോലി ചെയ്യായിരുന്നു. അന്ന് സിന്ധു സൂര്യകുമാർ ഏഷ്യാനെറ്റിലൂടെ ഏഷ്യാൻ ന്യൂസിലൂടെ ഒരു വാർത്ത പറഞ്ഞു. പ്രശസ്ത ടെലിവിഷൻ അവതാരകനും നമ്മൾ തമ്മിലിൻ്റെ ആങ്കറുമായ ശ്രീകണ്ഠനാരെ കൊല്ലത്ത് വെച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. അപ്പോൾ അടുത്ത വീട്ടിലിരുന്നുകൊണ്ട് ഈ ടെലിവിഷൻ പാട്ടുകെട്ടിങ്ങനെ ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എൻ്റെ അച്ഛൻ ഇത് കേട്ടു. അച്ഛൻ പറഞ്ഞു, അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെന്തോ അപകടം പറ്റിയിട്ടുണ്ട്, കൊല്ലത്തെന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ അന്ന് 4 കിലോമീറ്ററോളം നടന്നൊരു സ്ഥലത്ത് നിന്ന് വണ്ടി പിടിച്ച് കൊല്ലത്ത് വന്നു. എന്നെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നു. അപ്പോൾ സിന്ധു അടിച്ചപ്പത്തിൽ കയറ്റി അടിച്ചതാണ്. പക്ഷേ സിന്ധുവിൻ്റെ സഹായം കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അപ്പോൾ മാത്രമല്ല ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കണം. നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്ന സമയത്ത് ഈ ആളുകൾ ഡീൽ ചെയ്യുന്ന രീതി. അപ്പം ഞാൻ ഈ കലോത്സവത്തിൻ്റെ ഇടിയും കൊണ്ടിട്ട് തിരുവനന്തപുരത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഓരോ ഫോൺ കോളും വരും. അപ്പോൾ ചോദിക്കും, എന്താ കൊല്ലത്തുണ്ടായത്? കാര്യം മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഈ വാർത്ത വന്നു. ആ വാർത്ത വന്നതിന് ശേഷം ഇങ്ങനെ ആൾക്കാർ വിളിച്ചു ചോദിക്കും. അപ്പോൾ ഞാൻ, ഹലോ, ആരാണ്? ഞാൻ മധുവാണ്, നീലേശ്വരത്തു നിന്ന്. എന്താ കൊല്ലത്തുണ്ടായത്? ഞാൻ കൊല്ലത്ത് ഇങ്ങനെ ഒരാൾ എന്നെ കയറി ഇടിച്ചു, താക്കോൽക്കൂട്ടം ഇടിച്ച് കണ്ണു പോയനെന്ന് പറഞ്ഞു. അല്ല, ആദ്യം മുതൽ പറയും, നിങ്ങൾ എപ്പോഴാണ് കൊല്ലത്ത് ചെന്ന്? ഓരോ ഷോർട്ട് ബേസ് അവർക്ക് അറിയണം. അപ്പം നമ്മളിവിടുന്ന് ട്രെയിൻ കയറി കൊല്ലത്തിറങ്ങി എന്നിട്ട് നമ്മൾ ക്ലൈമാക്സ് ആദ്യം പറയില്ല. അപ്പോൾ നമ്മൾ നല്ല ഇടി കിട്ടി, അത് വരട്ടെന്നെയാണ്. അങ്ങനെ അവസാനമായപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് വെച്ചു. ഈ ഉണ്ടായ സംഭവം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഒരാളും ഫോൺ ചെയ്യുമ്പോൾ ഇതങ്ങ് ഓൺ ചെയ്ത് വരും, ഈ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്യും. അപ്പോൾ എല്ലാം ഒരു ഷോട്ടും വിടാതെ പറഞ്ഞു. അങ്ങനെ കുറേ പറഞ്ഞ അനുഭവമുണ്ട്.
അങ്ങനെ എന്തെല്ലാം കാഴ്ചകളായിരിക്കും നിങ്ങളുടെ ഈ കൊല്ലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നറിയാം. അപ്പോൾ അതോടെ ഞാൻ ഈ സ്കൂൾ കലോത്സവത്തിലോ യൂത്ത് ഫെസ്റ്റിവലിനോ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനോ ജഡ്ജ് ചെയ്യാൻ പോയിരുന്ന പരിപാടി നിർത്തി. കാര്യം അടുത്ത ഇടിക്ക് എൻ്റെ കണ്ണു പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അത്തരം പ്രശ്നങ്ങളൊന്നും ഇപ്പോഴത്തെ കലോത്സവത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഈ രക്ഷിതാക്കൾ തമ്മിലുള്ള ഒരു പോരാട്ടവും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം കുറെ മാറി. കലാപ്രതിഭ കലാതിലകം പട്ടമൊക്കെ എടുത്ത് മാറ്റി. പിന്നെ 1ാം സ്ഥാനം അനൗൺസ് ചെയ്യുന്നത് മാറ്റി. അതെനിക്ക് തോന്നുന്നു വെബ്സൈറ്റിൽ മാത്രമേ അത് പബ്ലിഷ് ചെയ്യുള്ളൂ. പക്ഷെ എന്നിരുന്നാലും കുട്ടികൾക്കുള്ളിൽ അത് പേര് അവരുടെ തന്നെ വരണം എന്നുള്ള ആ ഒരു ആഗ്രഹം ഉണ്ടാവും. അതിനനുസരിച്ചുള്ള പെർഫോമൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.